إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ വിജയപരാജയങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അർഹമർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി മനസ്സറിഞ്ഞ് സൂക്ഷിച്ച് ജീവിക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോടുകൂടി മരണപ്പെടുന്നതുവരെ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ അഹ്ലുകാർക്ക് എല്ലാവർക്കും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ നാടും നാട്ടുകാരുമെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചൂടിലാണ്, അതിൻ്റെ തിരക്കിലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യവിശ്വാസികളായ ആളുകൾ എന്ന നിലക്ക്, മുസ്ലിമീങ്ങളായ ആളുകൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ വളരെ ഗൗരവമേറിയ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇന്നത്തെ ഖുത്ബ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. സർവശക്തൻ സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിലായിക്കൊണ്ട് തന്നെ നമ്മെ ഏവരെയും മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം അല്ലെങ്കിൽ വിജയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വാർഡിൽ ഒരു കൗൺസിലർ ആവുക, ഒരു മെമ്പർ ആവുക, നഗരസഭാ ചെയർമാനാവുക, അങ്ങനെയൊന്നുമല്ല.
മറിച്ച് അള്ളാഹുവിലും അന്ത്യദിനത്തിലും അടിയുറച്ച വിശ്വാസമുള്ള ഈമാനുള്ള മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം, ദ അൾട്ടിമേറ്റ് ഗോൾ, ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കാർക്കും ഒരു സംശയവുമില്ല, എന്നെന്നും വേദനകളും യാതനകളും ശിക്ഷകളും മാത്രം അനുഭവിക്കേണ്ടുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എന്നെന്നും സുഖാനുഗ്രഹങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയ ജീവിതം, ആ ശാശ്വതമായ ജീവിതം, ആ ജീവിതത്തിലെ വിജയമാണ്, രക്ഷയാണ്, നേട്ടമാണ് നമ്മുടെയൊക്കെ ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത്, രക്ഷ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും മരണത്തിന്റെ ടേസ്റ്റ് എന്താണ് എന്ന് അറിയുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, പിന്നീടൊരു ഉയർത്തെഴുന്നേൽപ്പ് നാളുണ്ട്. അന്ന് നിങ്ങളെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് മനുഷ്യരെ നിങ്ങളുടെ കർമ്മങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നാം നൽകും. അന്ന് ആ ദിവസം ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് ആര് രക്ഷപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ ഫഖദ് ഫാസ്, അതാണ് വിജയം. അതാണ് വിജയം, ദ അൾട്ടിമേറ്റ് ഗോൾ. അതാണ് നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം. ഇങ്ങനെ ഒരു ആമുഖം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചത് എന്ന് ചോദിച്ചാൽ, പല ആളുകളും ജീവിതത്തിൽ ഇലക്ഷന്റെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെയൊക്കെ ഭാഗമായി ഒരു ചെറിയ പരാജയം വരുമ്പോഴേക്കും, ഒരു ചെറിയ തകർച്ച വരുമ്പോഴേക്കും ആകെ മാനസികമായി വല്ലാതെ തകർന്നു പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും ഇലക്ഷന്റെ അവസരങ്ങളിലൊക്കെ. കാരണം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായി കാണുന്ന ഒരു പ്രവണത സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തും. ചിലപ്പോ ആ മാനസികാവസ്ഥ അത്തരം മനുഷ്യന്മാരെ സ്വബോധമില്ലാത്ത ഭ്രാന്തന്മാരാക്കി വരെ തീർത്തേക്കാം. എന്നാലും എണ്ണപ്പെട്ട വോട്ടിന് വലിയ നിരാശയുടെ, വലിയ മാനസികമായ തകർച്ചയുടെ വക്കിലേക്കെത്തും. ചിലപ്പോൾ സൂയിസൈഡ് വരെ ചെയ്തെന്ന് വരും. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, ഒരു വിജയം അതങ്ങ് നേടിയെടുക്കുമ്പോഴേക്കും ഇത് തന്നെയാണ് ഏറ്റവും വലുത്, ഇനി ഇതിൻ്റെ ഒന്നുമില്ല എന്ന അഹങ്കാരത്തിന്റെ ആൾരൂപമായി മാറുന്ന ആളുകൾ. സഹോദരന്മാരെ, അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് ഒരു ഘട്ടത്തിലും. ഏതെങ്കിലും ഒരു മേഖലയിൽ ചെറിയ ഒരു വിജയമോ പരാജയമോ അനുഭവിക്കുമ്പോഴേക്കും ഇതാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന ആ ഒരു മാനസിക നില നമ്മളിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വലിയ ഭാരമായി തീരും. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ ഒരു വാർഡിലേക്ക് വിജയിക്കുക, ഇവിടെ ഏതെങ്കിലും ഒരു 5 വർഷം അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ചെറിയ ഒരു കാലഘട്ടം ഒരു MLA-യോ ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ ചെയർമാൻമാരോ കൺവീനർമാരോ പ്രസിഡന്റുമാരോ സെക്രട്ടറിമാരോ അങ്ങനെയൊന്നും ആയിത്തീരലല്ല നമ്മുടെയൊന്നും ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ തടി വീണുപോകും, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, പിന്നെ കർമ്മങ്ങളെല്ലാം വിചാരണ ചെയ്യപ്പെടും.
അവിടെ ഒരു ജീവിതമുണ്ട്, എന്നെന്നും അനുഭവിക്കേണ്ടുന്ന ജീവിതം. ആ ജീവിതത്തിലെ രക്ഷയാണ്, വിജയമാണ് ഏറ്റവും ഉന്നതമായ വിജയം. കുൽ നബിയെ പറഞ്ഞു കൊടുക്കൂ, മതാഉദ് ദുനിയ ഖലീൽ, മതാഉദ് ദുനിയ ഖലീൽ. മനുഷ്യരെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതുണ്ടല്ലോ, അതിൻ്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഖലീൽ, അതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, കുറഞ്ഞ കാലത്തേക്ക്, നൈമിഷികമാണ്, എന്നൊന്നും ഉണ്ടാവില്ല, കാലാകാലവും ഉണ്ടാവില്ല. പിന്നെയോ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ, മുത്തഖിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഖൈറായത്, അവന് ഏറ്റവും ഉത്തമമായത് ആഖിറത്താണെന്ന് റസൂലേ അങ്ങയുടെ ഉമ്മത്തിന് അങ്ങ് പറഞ്ഞു കൊടുക്കൂ എന്ന് അല്ലാഹു ജല്ല വഅല. അപ്പൊ സഹോദരന്മാരെ, ദുനിയാവ് ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ പല പ്രയാസങ്ങളും നമുക്കുണ്ടാവും. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പരിപൂർണമായും സഫലീകരിക്കപ്പെടില്ല, അല്ലേ? കാലങ്ങളോളമായി അവനവന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് സ്വന്തമായി ഒരു കുടിലിൽ കഴിയാതെ, സ്വന്തമായൊരു വീട് പോലും ഇല്ലാതെ എത്രയോ വാടക വീടുകളിൽ മാറി മാറി കഴിയുന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, വിഷമിക്കേണ്ട. ദുനിയാവിൽ ആ ഒരു ആഗ്രഹം പോലും ഒരുപക്ഷേ അള്ളാഹു വൈകിപ്പിച്ചേക്കാം, അത് കിട്ടിയേക്കാം. ഇല്ലെങ്കിലും നാളെ സ്വർഗത്തിൽ ഒരു ഭവനം നൽകാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഇവിടെ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളാവട്ടെ, പ്രതിസന്ധികളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, എന്താകട്ടെ, അതൊക്കെ നൈമിഷികമാണ്. ഏറി വന്ന 60, 70, 80, 85 വയസ്സ് വരെ, അല്ലേ? എത്ര നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും, എത്ര നല്ല ആർഭാടത്തോടെ ജീവിക്കുന്നവരാണെങ്കിലും 90 വയസ്സിനപ്പുറം നമ്മൾ ആരെയെങ്കിലും ഇവിടെ കാണുന്നുണ്ടോ? ഉണ്ടോ? വളരെ വിരളമായേക്കും. അപ്പൊ ദുനിയാവ് ഏത് സമയവും എന്ത് ചെയ്യാം, അത് തീരാം, നഷ്ടപ്പെടും. ശാശ്വതമായത് ആഖിറത്താണ്. അവിടുത്തെ വിജയമാണ്, അവിടുത്തെ രക്ഷയാണ്, അവിടുത്തെ നേട്ടമാണ്. ജന്നാത്തുൽ ഫിർദൗസ് ആണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലൊക്കെ നമ്മെ ഏവരെയും അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി രക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തോടു കൂടി ഉണർത്താനുള്ള കാര്യം, സഹോദരന്മാരെ, ചെറിയ നേട്ടത്തിന് വേണ്ടി വലിയ നഷ്ടങ്ങൾ നമ്മൾ ഒരിക്കലും വരുത്തി വെക്കരുത്. നമ്മളൊന്ന് നോക്കൂ, ഇവിടെ കൂടിയിരിക്കുന്ന എനിക്കാകട്ടെ, നിങ്ങളിൽ ഓരോരുത്തർക്കുമാകട്ടെ, എല്ലാവർക്കും ഓരോ രാഷ്ട്രീയമുണ്ടാകും, ഓരോ പാർട്ടികളുണ്ടാകും, ഓരോ കാഴ്ചപ്പാടുകളുണ്ടാകും. വിരോധമില്ല. ദീനിന് നിലക്കാത്ത, നമ്മുടെ ദീനിനെ നഷ്ടപ്പെടുത്താത്ത എന്തൊരു കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഇടപെടാം. അതിനൊന്നും വിരോധമല്ല. എന്നാൽ സഹോദരന്മാരെ, അത്തരം മാർഗങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വലിയ നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും നമസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സ്വതക്ക കൊടുക്കുന്നവരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടും അത് ഉപകരിക്കാതെ പോകുന്ന, നാളെ റബ്ബിന്റെ മുമ്പിൽ അത് ഫലം ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആരാണ് ആ മനുഷ്യന്മാർ? ഒക്കെ ഉണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, എല്ലാം ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും നാളെ ആഖിറത്തിലെത്തിയപ്പോ ഫലം ചെയ്തില്ല. ആ ഒരു ദുരവസ്ഥ നമുക്ക് വരരുത്. ഒരിക്കൽ റസൂലുള്ളാഹ് തന്റെ മുമ്പിലിരിക്കുന്ന സഹാബത്തിനോട് ചോദിച്ചു, സഹാബത്തെ, അതദറൂന
മനിൽ മുഫ്ലിസ്. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സഹാബത്ത് പറഞ്ഞു, റസൂലേ, ഇന്നൽ മുഫ്ലിസ അൽ മുഫ്ലിസു ഫീനാ അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മത്താ. ഞങ്ങളുടെ കൂട്ടത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി തകർച്ച നേരിട്ടവൻ, കച്ചവടമോ മറ്റോ ഒക്കെ തുടങ്ങി പൊളിഞ്ഞു പോയവൻ, അവനെയാണ് ഞങ്ങൾ മുഫ്ലിസ് എന്ന് പറയാറുള്ളത്. പാപ്പരായി തീർന്നവൻ. റസൂലുള്ളാഹിന്റെ ചോദ്യതാണ്, പാപ്പരായി തീർന്നവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പൊ സഹാബത്തിന്റെ മറുപടി എന്താ? റസൂലേ, ഞങ്ങൾ പാപ്പരായവർ എന്ന നിലക്ക് ആളുകളെ കാണുന്നത് ഈ പറഞ്ഞ രൂപത്തിൽ സാമ്പത്തികമായും മറ്റും പല നഷ്ടങ്ങളും വന്ന് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി ഇരിക്കുന്ന ആളെയാണ്. അപ്പൊ റസൂലുള്ളാഹി തൻ്റെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്നു, തൻ്റെ സ്വഹാബത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നു എന്ത്? ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി. എൻ്റെ ഉമ്മത്തിലെ, എൻ്റെ സമൂഹത്തിലെ യഥാർത്ഥ പാപ്പരത്വം സംഭവിച്ചവർ ദുനിയാവിൽ എന്തെങ്കിലും കച്ചവടം ചെയ്ത് പൊളിഞ്ഞവരല്ല, നഷ്ടം സംഭവിച്ചവരല്ല. മറിച്ച് ആരാണ്? മയ്യഅ്തി യൗമൽ ഖിയാമ. അവർ നാളെ ഖിയാമത്ത് നാളിൽ എൻ്റെ അരികിൽ വരും, അള്ളാഹുവിൻ്റെ അരികിൽ വരും. എങ്ങനെ വരിക? ബിസ്വലാത്തിൻ വസിയാമിൻ വസഖാത്തിൻ. ഒക്കെ ഉണ്ട്. നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് വെച്ചിട്ടുണ്ട്, സ്വതക്ക കൊടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, എല്ലാ അമലും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വഖദ് ശതമ ഹാദാ, അവർ പലരെയും തെറി പറഞ്ഞ് നടന്നിരുന്ന ആളുകളായിരുന്നു. വസഫക ദമ ഹാദാ, അവർ പലരെയും ഉപദ്രവിച്ച് ശരീരത്തിൽ നിന്ന് ചോര പൊടിപ്പിച്ചവരായിരുന്നു. വളറമ ഹാദാ, അവർ പലരെയും അന്യായമായി ഉപദ്രവിച്ചിരുന്നു. അവർ പലരെ കുറിച്ചും വേണ്ടാത്തത് പറഞ്ഞിരുന്നു. വാക്കല മാല ഹാദാ, പലരുടെയും ധനം അന്യായമായി തിന്നു നടന്നിരുന്നവരായിരുന്നു അവർ. എല്ലാ ഇബാദത്തും ഉണ്ട്, എല്ലാ തോന്നിയാസവും ഉണ്ട്. ഇതാണ് മുഫ്ലിസ്. എന്താ സംഭവിക്കുന്ന ആൾ റബ്ബിന്റെ കോടതിയിൽ? ഈ മനുഷ്യൻ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും, ഇവൻ ആരെയാണോ ഉപദ്രവിച്ചത്, ഈ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അവർക്ക് നൽകും. അങ്ങനെ ഈ മനുഷ്യന്റെ കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാലോ, ആ ഉപദ്രവിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട ആ മനുഷ്യന്മാരുടെ പാപങ്ങൾ ഇവനിൽ അല്ലാഹു ചാർത്തുകയും ചെയ്യും. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, നമ്മള് സുബഹി നമസ്കരിക്കുന്നവരാകാം ജമാഅത്തായി, നമ്മുടെ എതിർ പാർട്ടിയിലുള്ള സ്ഥാനാർത്ഥിയെ കുറിച്ച് നമ്മൾ വേണ്ടാത്തത് പറഞ്ഞു നടക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം പറഞ്ഞു നടക്കുന്നു, അല്ലേ? നമ്മുടെ ആ നമസ്കാരത്തിന്റെ, ആ സുബഹി ജമാഅത്തിന്റെ പ്രതിഫലം ആര് കൊണ്ടുപോകും? ഒരുപക്ഷെ സുബഹി ജമാഅത്തുമായി നമസ്കരിക്കാത്ത ഒരു വ്യക്തിയാവാം, അയാൾ കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ അമലുകൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുന്നൊരവസ്ഥ നമ്മളിൽ വന്നു പോകരുത്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ കാര്യമായി നടക്കുന്ന ഒരു അപകടകരമായ ഒരു പ്രവണതയാണ് നാവ് കൊണ്ടുള്ള വിപത്തുകൾ, അല്ലേ? ഒരാളെ കുറിച്ച് ഒരു ലൈസൻസും ഇല്ലാതെ എന്താണോ കേട്ടത്, അതിന്റെ നിജസ്ഥിതിയോ അതിന്റെ അപ്പുറമോ ഇപ്പുറമോ ഒന്നും അറിയാതെ അതങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുക, അതെങ്ങനെ ഷെയർ ചെയ്യുക, അതിനെല്ലാം അനാവശ്യമായ കമന്റുകൾ രേഖപ്പെടുത്തുക. ഇതിനൊക്കെ മറുപടി പറയണം കേട്ടോ, ഇതിനൊക്കെ മറുപടി പറയണം കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റിന് താഴെ ഒരു കമന്റ് നമ്മൾ എഴുതിയിടുമ്പോ അത് ആ മനുഷ്യനെ വേദനിപ്പിക്കുന്നതാണോ, അല്ലെങ്കിൽ ആ സമൂഹത്തെ വേദനിപ്പിക്കുന്നതാണോ എന്ന് നമ്മൾ 2 വട്ടം ചിന്തിച്ചിട്ട് നമ്മൾ കമന്റ് രേഖപ്പെടുത്താവും. നമുക്കതൊരു രസമായിരിക്കാം, നമുക്കൊരു പക്ഷെ അതൊരു നേരം പോക്കായിരിക്കാം, പക്ഷേ അത് മതി നാളെ നമ്മൾ മുഫ്ലിസീങ്ങളുടെ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, നാവിനെ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മൾ നന്നായി നിയന്ത്രിക്കുക. ഗീബത്ത്, അല്ലെ? എന്താ ഗീബത്ത്? ആളുകളെ കുറിച്ച് വേണ്ടാത്തത് അങ്ങനെ പറയുന്നേ.
റസൂൽ ഒരിക്കൽ ചോദിച്ചു, സഹാബത്തെ എന്താ ഗീബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് അധികമായി അറിയുക. അപ്പോൾ റസൂൽ പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് നീ പറയുക. എന്നെ കുറിച്ച് നിങ്ങളൊരു കാര്യം പറയാ, എന്നെ കുറിച്ച് നിങ്ങളൊരു കാര്യം പറയുന്നു, എൻ്റെ സാന്നിധ്യത്തിലാവട്ടെ എൻ്റെ അസാന്നിധ്യത്തിലാകട്ടെ, ഏത് ഘട്ടത്തിലാണെങ്കിലും. പക്ഷെ ആ പറയുന്ന വർത്തമാനം എനിക്കത് ഇഷ്ടമല്ല. നിങ്ങൾ അങ്ങനെ പറയുന്നത്, നിങ്ങൾ ആ പരസ്പരം പറയുന്ന വർത്തമാനമുണ്ടല്ലോ, എന്നെക്കുറിച്ചുള്ള ആ വർത്തമാനം എനിക്കത് ഇഷ്ടമല്ലെങ്കിൽ അതിനാണ് ഗീബത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. ആരെക്കുറിച്ച് ഒരാൾക്ക് ഇഷ്ടമല്ലാത്തത് സഹോദരന്മാരെ നമ്മൾ പറയരുത്. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു വന്നു, അല്ലേ? വന്നു. ഇതേ ചോദ്യം അന്ന് റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ മനസ്സിലും ഉയർന്നു വന്നു എന്ന് മാത്രമല്ല, അവര് റസൂലുള്ളാഹിയോട് ആ ഒരു സംശയം ചോദിക്കുകയും ചെയ്തു. റസൂലേ, അങ്ങനെയെങ്കിൽ ഇൻ കാന ഫീഹി മാ തഖൂൽ, ഇൻ കാന ഫീഹി മാ അഖൂൽ, റസൂലേ ഞങ്ങൾ പറയുന്നത് ആ മനുഷ്യൻ ചെയ്ത കാര്യമാണെങ്കിലോ? ഇൻ കാന ഫീഹി മാ നഖൂൽ, അയാൾ ചെയ്തൊരു കാര്യമാണ് ഞങ്ങൾ പറയുന്നതെങ്കിലോ? അപ്പൊ റസൂൽ പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഅ്തബ്ത, ഫഖദ് ഇഅ്തബ്ത, അതിനെയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ചെയ്ത കാര്യം പറയാ. ഒരാളിൽ സംഭവിച്ച തെറ്റ്, ഒരാളിൽ സംഭവിച്ച ഒരു അപാകത, ഒരാളിൽ സംഭവിച്ച ഒരു മോശമായ പ്രവണത, അത് മറ്റുള്ളവർ പറഞ്ഞു നടക്കുന്നത് അയാൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ സഹോദരന്മാരെ അതുപോലും നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അയാൾ ചെയ്യാത്തതാണെങ്കിലോ? അത് റസൂൽ പറഞ്ഞു, വഇല്ലം തകുൻ ഫീഹി ഫഖദ് കദ്ദബ്ത, അയാൾ ചെയ്യാത്തതും അയാളിൽ സംഭവിക്കാത്തതുമാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ, പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എങ്കിൽ അത് കദബുമായി, കളവുമായി. ചെയ്തത് പറഞ്ഞാൽ ഗീബത്ത്, ചെയ്യാത്തത് പറഞ്ഞാലോ കളവ്. അപ്പൊ ഏത് നിലക്കും ഒരു മനുഷ്യനെയും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ അധികാരമില്ല. ഒരാളുടെയും കണക്ക് നോക്കേണ്ട ബാധ്യത അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ കണക്ക് ഒരുപാട് ശരിയാക്കാണ്ട്, അല്ലേ? അത് നിങ്ങൾ നോക്കി നിങ്ങൾ ശരിപ്പെടുത്തിയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരാളെ കുറിച്ച് ഉള്ളതോ ഇല്ലാത്തതോ എന്തോ ആവട്ടെ, അയാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയുന്നത് ഒരു മനുഷ്യന്റെ പച്ചമാംസം തിന്നുന്നതിന് തുല്യമാണെന്ന് അല്ലാഹു ജല്ല വഅല. അല്ലാഹു പറഞ്ഞില്ലേ സൂറത്തുൽ ഹുജറാത്തിലൂടെ, വലാ യഗ്തബ് ബഅ്ളുകും ബഅ്ളാ, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത് കേട്ടോ. എന്നിട്ട് അല്ലാഹുവിന്റെ ചോദ്യം, അയുഹിബ്ബു അഹദുകും അയ്യഅകുല ലഹ്മ അഖീഹി മൈതാ, നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കവേ ആ മരിച്ചു കിടക്കുന്ന സഹോദരന്റെ ശരീരം അതിങ്ങനെ വെട്ടി 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 നുറുക്കി അവന്റെ ശരീരത്തിലെ പച്ചമാംസം കഴിക്കാൻ മനുഷ്യരെ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അള്ളാഹു തന്നെ അതിന് മറുപടി പറയാണ്, ഫകരിഹ്തുമൂ, നിങ്ങൾക്കത് ഇഷ്ടമല്ല അല്ലേ, നിങ്ങൾക്കത് വെറുപ്പാണ് അല്ലേ, എങ്കിൽ അതുപോലെ വെറുപ്പുള്ള, അതുപോലെ വൃത്തികെട്ട ഒരു ഏർപ്പാടാണ് എന്ത്? ഒരാളെ കുറിച്ച് അയാൾ ചെയ്തതോ ചെയ്യാത്തതോ ആയ അയാളിലെ എന്തെങ്കിലും അപാകതകൾ പറഞ്ഞു നടക്കലെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരന്മാരെ, എന്തെങ്കിലും ഒരു വാർത്ത ഒരാളെ കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അതിൽ ഹക്കുണ്ടോ, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ, കഴമ്പുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാനെന്തിനത് പറയണം? ഞാനെന്തിനത് ചൂന്നന്വേഷിച്ച് നടക്കണം? എന്റെ ബാധ്യതയല്ലല്ലോ. കഫാ ബിൽ മർഇ ഇത്മൻ, ഒരു മനുഷ്യന് വലിയ പാപിയായി തീരാൻ മതിയായ ഒന്നാണ് എന്ത്? അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ പറഞ്ഞു കൊടുക്കുക. ചില ആൾക്കാർ അങ്ങനെയാണ്. എന്താ കേട്ടത് വെച്ചാ അത് പിന്നെ ആ നാട്ടിലെ എല്ലാ ദിക്കിലും അത് എത്തും.
അവനൊരു ബ്രോഡ്കാസ്റ്റായി അങ്ങനെ നടക്കുക. അത് വലിയ പാപമാണ്. നാളെ മുഫ്ലിസ് എന്ന ഗണത്തിലേക്ക് എത്തിപ്പെടാൻ ഉതകുന്ന ഒരു ദുഷ്പ്രവൃത്തിയാണെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരാളെക്കുറിച്ചും ദുരാരോപണങ്ങൾ വേണ്ട. ഒരാളെക്കുറിച്ചും ഒരു അപവാദ പ്രചാരണവും നമ്മൾ നടത്തേണ്ട. ഒരാളെക്കുറിച്ചും ഉള്ളതോ ഇല്ലാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കേൾക്കുന്നതോ ഒക്കെയായ ഒരു കാര്യവും നമ്മളെ ഏറ്റുപിടിച്ച് നടക്കണ്ട. നമ്മൾ മുസ്ലിമാ. നമ്മളാരാ? നമ്മൾ മുസ്ലിമാണ്. ആ ഇസ്ലാമികമായ ഇസ്സത്തും വ്യക്തിത്വവും ഈ രംഗത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കുക. ആ രീതിയിലുള്ള സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം മികവാർന്ന രൂപത്തിൽ കാഴ്ചവെക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസീയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, പൊതുവെ മനുഷ്യന്മാരായ ആളുകളുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാലോ, എന്തെങ്കിലുമൊക്കെ ഒരു പദവിയും അധികാരസ്ഥാനവും സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കണം, കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രകൃതം പൊതുവെ മനുഷ്യനുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല. ലോകത്തിന്റെ പ്രവാചകൻ, നമ്മുടെ നേതാവ് ഹബീബുനാ വ ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ, അദ്ദേഹം തന്നെ ഇത് വ്യക്തമാക്കിയ കാര്യമാണ്. റസൂൽ പറയുന്നത് നോക്കൂ നിങ്ങൾ, ഇന്നക്കും സതഹ്രിസൂന അലൽ ഇമാറ. എൻ്റെ ഉമ്മത്തെ, നിങ്ങൾ ഇമാറത്ത് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനമാനങ്ങൾ കിട്ടണം. അത് ഇനി രാഷ്ട്രീയ രംഗത്ത് എന്നല്ല, ഏത് രംഗത്താണെങ്കിലും ഒരു സ്ഥാനവും പദവിയും അല്ലെ, അതൊരു നമ്മുടെ പേരിൻ്റെ കൂടെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ മനുഷ്യന്മാർ. ഇപ്പൊ ഞാനിപ്പോ എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ് അല്ലെ, മുഹമ്മദ് അഷ്റഫ് MLA അല്ലെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ കൺവീനർ അല്ലെ, അങ്ങനെ ഒരു അഡ്രസ്, അങ്ങനെ ഒരു വാല് നമ്മുടെ പേരിൻ്റെ കൂടെ അല്ലെ, അതൊരു പ്രശസ്തിയായി, അതൊരു പ്രൗഢിയായി കൊണ്ടു നടക്കണമെന്ന് പൊതുവെ ഏത് രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകൾ പൊതുവെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാനല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യന്റെ പൊതുവായ ഒരു താല്പര്യം. ഇന്നക്കും സതഹ്രിസൂന അലൽ ഇമാറ. നിങ്ങൾ ഇമാറത്ത് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ എൻ്റെ ഉമ്മത്തെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, വസതകൂനു നദാമ ഔ ഹസ്റ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കിരീടമുണ്ടല്ലോ, ആ അധികാരത്തിന്റെ, ആ വലിയ സ്ഥാനമാനങ്ങളുടെ ആ അധികാര ചെങ്കോൽ, ആ ചെങ്കോലും കിരീടവും, അത് നാളെ നിങ്ങൾക്ക് വലിയ ഖേദമായി മാറുമെന്ന്, വലിയ നഷ്ടത്തിന് കാരണമായി മാറാൻ വലിയ ചാൻസ് ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ റസൂൽ പറഞ്ഞു, ഫഇന്നഹ അമാന. അത് അമാനത്താണ്. എന്താ അമാനത്ത് എന്ന് പറഞ്ഞാൽ? വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യം. നമ്മളിപ്പോ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകി നമ്മൾ അയാളെ തെരഞ്ഞെടുക്കുന്നത് എന്തിനാ അല്ലെ? നമ്മൾ വിശ്വസിച്ച അയാളെ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. 5 വർഷം നമ്മുടെ നാടിന്റെ, നമ്മുടെ വാർഡിന്റെ മുഴുവൻ കാര്യങ്ങളിലും സ്വജനപക്ഷപാതമില്ലാതെ, അനീതിയില്ലാതെ, സത്യസന്ധതയോടെ നേരായ വഴിക്ക് അത് ചെയ്തു തരുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഏൽപ്പിക്കുകയാണ് ആ കാര്യം. വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യത്തിനെയാണ് എന്ത് പറയുക? അമാനത്ത് എന്ന് പറയുക. നോക്കാം, ഞാൻ അപ്പൊ വരട്ടോ, ഈ സാധനം എന്ന് വെച്ചാൽ കുറച്ചു നേരം പിടിക്ക്. നമ്മളെ ഒരാളൊരു സാധനം ഏൽപ്പിച്ച് അയാൾ പോവുകയാണ്. അയാൾ തിരിച്ചു വരുന്നത് വരെ അതിനൊരു കേടുപാടും സംഭവിക്കാതെ, അത് നഷ്ടപ്പെടാതെ അത് അതേപോലെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് അമാനത്ത് എന്ന് പറയുക.
ഇത് അമാനത്താ, തമാശയല്ല. ഏതെങ്കിലും രാഷ്ട്രീയ രംഗത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നതല്ല, ഏത് രംഗത്താണെങ്കിലും കേട്ടോ. ഏത് രംഗത്ത് എത്ര ചെറിയ പദവിയാണ് എന്ന് നമുക്ക് തോന്നിയാലും അതെല്ലാം നാളെ റബ്ബ് ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. മാ മിൻ അബ്ദിൻ യസ്തർദീഹി അല്ലാഹു റദിയതൻ. അല്ലാഹു ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം, ഏതെങ്കിലും മേഖലയിലെ ഒരു ഉത്തരവാദിത്വം ഒരാളെ ഏൽപ്പിച്ചു. അങ്ങനെ ആ മനുഷ്യൻ, അവന്റെ ആയുസ്സൊക്കെ അവൻ മരിച്ചു. യമൂതു വഹുവ വാശുൻ ലിറഇയതിഹി. അവൻ ആ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടേണ്ട ആളുകളോട് അത് സത്യസന്ധമായി, അല്ലെങ്കിൽ അതിന്റെ കൃത്യതയോടെ, അതിന്റെ പൂർണ്ണതയോടെ അത് നിർവഹിക്കാതെയാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ ആ മനുഷ്യന് നരകമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനി ഒരു രംഗത്തേക്കും മത്സരിക്കണ്ട, ഒരു രംഗത്തും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പൊരുൾ. അത് അമാനത്താണ് എന്ന് നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വം അത് ഈ പറയപ്പെടുന്നത് പോലെ രാഷ്ട്രീയ രംഗത്തോ ഏത് രംഗത്തോ ആവട്ടെ, ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വം സത്യസന്ധതയോടെ നാളെ റബ്ബിന്റെ മുമ്പിൽ ഇതിന് ഞാൻ മറുപടി പറയണം എന്ന ബോധ്യത്തോടെ അത് നീതിയുക്തമായി അത് കൊണ്ടു നടന്നാലോ ആ മനുഷ്യന് സ്വർഗമുണ്ട് എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് സ്വർഗത്തിലേക്കുള്ള വഴിയുമാണ് അല്ലെ. നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ ഏറ്റവും ഒന്നാമതായി റസൂലുള്ളാഹി ആരെ എണ്ണി പറഞ്ഞത്? അൽ ഇമാമുൽ ആദിൽ. നീതിയുക്തിയോടെ ഉത്തരവാദിത്തങ്ങളെ കൈയാളുന്ന ആളുകൾ, അവർക്ക് നാളെ അർശിന്റെ തണലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ, അവരുമായി ഉത്തരവാദപ്പെട്ട ആളുകളുണ്ടെങ്കിൽ, സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വിഷയകമായി ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ നടത്തുന്ന എന്തെല്ലാം പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുണ്ടോ അതൊക്കെ പാലിക്കപ്പെട്ടില്ല എങ്കിൽ നമുക്ക് ഈ ഒരു കിരീടം വലിയ ബാധ്യതയായി മാറും. നമുക്ക് വലിയ നഷ്ടത്തിന് വഴിയൊരുക്കും. നമ്മുടെ നാളത്തെ നഷ്ടത്തിന് വഴിയൊരുക്കും കേട്ടോ. ലക്ഷം വരുമ്പോ അങ്ങനെ എന്തൊക്കെ പറയും, അങ്ങനെ ചെയ്തുതരാം, അങ്ങനെ ചെയ്തുതരാം, അതൊക്കെ പാലിക്കപ്പെടാനുള്ളതാ എന്നാണ് പിന്നെ ആൾക്കാർ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുക. അതെ, അത് പാലിക്കപ്പെടാൻ തന്നെയുള്ളതാണ്. ഇല്ലെങ്കിൽ ആ മനുഷ്യൻ, വിശേഷിച്ചും അവൻ മുസ്ലിമാണെങ്കിൽ, അവൻ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി അവനൊരു മുനാഫിക്കായി തീരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുൽ മുനാഫിഖി സലാസ, ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖലഫ വഇദാ തുമിന ഖാന. അല്ലേ, വാഗ്ദത്തം പറഞ്ഞാൽ പാലിക്കാതെ പറയുന്നത് കളവ് മാത്രമായി നടക്കുന്ന മനുഷ്യന്മാർ, അവർ മുനാഫിക്കാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മുനാഫിക്കിന്റെ സ്ഥാനം എവിടെയാണ്? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിലെ ഏറ്റവും അടിത്തട്ടിൽ അവിടെയാണ് മുനാഫിക്കിന്റെ സ്ഥാനമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഒരുപാട് സഹോദരിമാരും മത്സര രംഗത്തുണ്ട്, വിരോധമൊന്നുമില്ല. പക്ഷേ സഹോദരിമാരെ, ഉമ്മമങ്ങന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ എൻ്റെ സഹോദരിമാരോടാണ് പ്രത്യേകം പറയുന്നത്. അത്തരം പൊതുരംഗങ്ങളിൽ ഇടപെടുന്ന ആളുകളാണെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണെങ്കിൽ, നമ്മൾ അറിയേണ്ടത് നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മുടെ വസ്ത്രവിധാനത്തിലും, നമ്മുടെ നടത്തത്തിലും, നമ്മുടെ സംസാരത്തിലും, നമ്മുടെ ചിരിയിലും, നമ്മുടെ ഓരോ സ്പന്ദനങ്ങളിലും ആ ഇസ്ലാമിയത്ത് നമ്മൾ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. പൊതുരംഗത്താകുമ്പോൾ എങ്ങനെയാവാം എന്ന ഒരു രീതി, അല്ലെങ്കിൽ ആളുകളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഏത് കോലവും കെട്ടി എങ്ങനെയും ആടാം എന്ന മനസ്ഥിതിയോടെയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ചില വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് നമ്മൾ ഇത്തരം
ഇസ്ലാമികമായ മര്യാദകൾ ഒഴിവാക്കുന്നതെങ്കിൽ അതൊക്കെ നാളെ നമ്മുടെ ആഖിറത്തിന് വലിയ തകർച്ചക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് നമ്മുടെ ഇസ്ലാമികമായ ആ വ്യക്തിത്വവും ആ മര്യാദയും ആ അദബും, അത് സ്ത്രീകളെന്നല്ല പുരുഷന്മാരും എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകളും, അതതിൻ്റെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ കൊണ്ടു നടന്നില്ലെങ്കിൽ ഇത് നമുക്ക് വലിയ ബാധ്യതയായി വലിയ നഷ്ടമായി മാറുമെന്നുള്ളത് നാം ഓർക്കുക. അവസാനിപ്പിക്കുകയാണ്. റസൂൽ ഒരിക്കലും ഒരു സഹാബി ചോദിച്ചു, റസൂലേ മത്താ അസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? അപ്പോൾ റസൂൽ പറഞ്ഞു, ഫഇദാ ളുയ്യിഖത്തിൽ അമാന ഫല്യൻതദിർ അസ്സാഅ, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുന്ന ഒരു കാലഘട്ടം വരും. വീഴ്ച വല്ലാതെ കാണപ്പെടുന്ന ഒരു കാലഘട്ടം വരും. അന്ന് നിങ്ങൾ തിരിച്ചറിയണം അത് ഖിയാമത്ത് നാളിൻ്റെ അലാമത്താണ് എന്നുള്ളത്. സഹാബത്ത് ഒന്നുകൂടി ചോദിച്ചു, കൈഫ ഇളഅതുഹ, എങ്ങനെയാണ് ഈ ഉത്തരവാദിത്തത്തിൽ ഇവർ വീഴ്ച വരുത്തുന്നത്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തപ്പെടാനുള്ള മുഖ്യ കാരണം ഇദാ വഖിലൽ അംറു ലിഗൈരി അഖിലിഹി, ഉത്തരവാദിത്തം, ചുമതല, അത് അതിന് ഏൽപ്പിക്കപ്പെടേണ്ട ആളുകളെ ഏൽപ്പിക്കാതെ പോയാൽ, തിരഞ്ഞെടുക്കപ്പെടേണ്ട ആളുകളെ തിരഞ്ഞെടുക്കപ്പെടാതെ പോയാൽ, അവിടെയാണ് ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുന്ന പ്രവണത അധികമായി കാണുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓൻ്റെ കുടുംബക്കാരനാ, അതുകൊണ്ട് ഓനക്ക് എന്തായാലും ഞാൻ വോട്ട് ചെയ്യും. ഓൻ്റെ അയൽവാസി, അതുകൊണ്ട് സഹോദര, അവൻ അതിന് യോഗ്യനാണ്. ഞാൻ അവന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ എൻ്റെ നാടിനും എൻ്റെ സമൂഹത്തിനും അവനൊരു ഉപകാരിയായി മാറുമോ എന്ന് തിരിച്ചറിഞ്ഞ്, അതിന് യോഗ്യതപ്പെട്ട ആളാണോ എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ, വിജയിപ്പിക്കാൻ നോക്കണം കേട്ടോ. ഇത് രാഷ്ട്രീയ രംഗത്തല്ല സഹോദരന്മാരെ, ഏത് രംഗത്തും, സംഘടനാ രംഗത്താണെങ്കിലും മതരംഗത്ത് പ്രവർത്തിക്കുമ്പോഴും ആണെങ്കിലും, പള്ളിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിലും അതിന് പറ്റിയ ആളുകളെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അത് പിന്നെ നാശത്തിലേക്കാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിന്റെ വാക്കല്ല, അത് നാശത്തിലേക്കാണ്. ആരാ പള്ളി ഭരിക്കേണ്ടത്? ആരാ? അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില യോഗ്യതകളുണ്ട്. ഞാൻ പള്ളിൻ്റെ കാര്യത്തിലല്ല കേട്ടോ, ഞാൻ പൊതുവായി പറഞ്ഞതാണ്. ഓരോ രംഗത്തും ഓരോ കാര്യവും ഏൽപ്പിക്കപ്പെടുന്നതിന് ചില യോഗ്യതകളും മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ നോക്കിയും കണ്ടും ചെയ്തില്ല എങ്കിൽ ആ രംഗം വഷളാവും. ആ രംഗത്തേക്ക് യോഗ്യതപ്പെടാത്ത ആളുകൾ വന്നാൽ അവിടെ പിന്നെ ഫസാദാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഏറ്റവും നല്ല ഒരു നേതൃത്വത്തെ എല്ലാ രംഗത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അർഹമറാഹിമീനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ സ്വതക്ക എല്ലാ മാസവും ഒരാഴ്ചയിൽ എന്ന നിലക്ക് നമ്മൾ പിരിച്ചെടുക്കാറുള്ള കേന്ദ്ര പള്ളി ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. എല്ലാവരും ഇന്നത്തെ സ്വതക്കയുമായി കഴിവിൻ്റെ പരമാവധി സഹകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വളരെ പ്രായം ചെന്ന 1-2 ആളുകളൊക്കെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി. അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നൊക്കെ അറിയിക്കുകയുണ്ടായി. അർഹമറാഹിമീനായ റബ്ബ് അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു ഘട്ടത്തിലും ഈമാനികമായ ഇസ്ലാമികമായ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് ഇസ്സത്തോടെ ജീവിക്കാൻ, ആ നിലയിൽ ഇസ്സത്തോടെ മരിക്കാനുമൊക്കെയുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, അത് പരിപൂർണമായ അതിൻ്റെ തനിമയോടെ ഉൾക്കൊണ്ട് ആ കലിമത്ത് തൗഹീദിലായി മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും റബ്ബ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا واجر والدنا من النار، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا اتنا في الدنيا حسنه
وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم